ക്ലൗഡി കേക്ക്. വെൽക്കം ടു ക്ലൗഡി കേക്ക്. അമ്മ വാപ്പ ഹായ്. എന്ത് നല്ല കാർട്ടൂണാ. ഇന്ന് ആരുമില്ലാത്തോണ്ട് തന്നെ എന്ത് രസമാ ഈ കാർട്ടൂൺ കാണാനായിട്ട്. എന്താടി ഇങ്ങനെ നോക്കുന്നത്? ചൊറിയാൻ വന്നാ നീ എന്നെ എന്ത് ചെയ്യും? പറ്റത്തില്ല, ഇത് എന്റെ ടൈമാണ് കാർട്ടൂൺ കാണാനുള്ളത്. എനിക്ക് നിന്റെ അടുത്ത് വഴക്കൂടാനോ അടിക്കാനോ ഒന്നിനും താല്പര്യമില്ല. അതുകൊണ്ട് നീ മാറ്, എനിക്ക് കാർട്ടൂൺ കാണണം. മാറിയില്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? ആമിന ചേച്ചി, ആമിന ചേച്ചി. എന്താ അംജദ ചേച്ചി? നോക്ക് ചേച്ചി, ഇവിടെ മാറണില്ല, എനിക്ക് കാർട്ടൂൺ കാണണം. ജൂലി, അവിടെ മാറിക്കൊടു, ഇവക്ക് കാർട്ടൂൺ കാണണമെന്ന് പറയണം. നീ കേട്ടില്ലേ? ഈ സോഫയിൽ എത്രമാത്രം സ്ഥലമുണ്ട്. ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ ഇവക്ക് ഇരിക്കണമെന്ന് ഇത്ര നിർബന്ധമുണ്ടോ? അവൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഇരിക്കും. അത് ചോദിക്കാൻ നീ ആരാ? ഇത് നമ്മളെ വീട്ടിലെ സോഫയാണ്. ഇതിപ്പോ ഞാൻ ഇരിക്കുന്ന സ്ഥലമാണ്, സോ എനിക്ക് മാറാൻ പറ്റത്തില്ല. എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ഒന്നിനും താല്പര്യമില്ല. ഞാനിപ്പോ ഒരു എനിക്ക് വർക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് എന്നെ മാറി മര്യാദയ്ക്ക്. മാറിയില്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? ആ വീട് ആമിന, വീട് എനിക്ക് വേദന എടുക്കുന്ന വീട്. എനിക്ക് കുറച്ച് വേദനിക്കട്ടെ, എന്താ നീ തീരുമാനം? നീ പറയാൻ ആരാടി നിന്റെ? ആമിന വീട് തന്നെ ആമിന, അല്ലെങ്കിൽ ഞാനിപ്പ എന്നെ ആന്റിയെ വിളിക്കും, നോക്കിക്കോ. ആന്റിയെ വിളിക്കാൻ ആന്റി ഈ വീട്ടിലില്ലല്ലോ. കുറെ നേരം നീ ആരാടി? എന്റെ ചേച്ചി. നീ എന്റെ ചേച്ചി അടിക്കുമല്ലേ? ആമിന, അംജദ, എന്താ ഇവിടെ പ്രശ്നം? ചേച്ചി, ജൂലിയാണെങ്കിൽ മാറണ്ട, എനിക്ക് കാർട്ടൂൺ കാണണം. ഈ സമയത്ത് ഞാൻ കാർട്ടൂൺ കാണാറുണ്ടെന്ന് ചേച്ചിക്ക് അറിയത്തില്ലേ? എന്താ അംജദ, നിനക്ക് ഇവിടെ വലിയിരുന്ന് കാർട്ടൂൺ കണ്ടോടെ? അവൾ അവിടെ അല്ലേ ഇരിക്കുന്നത്. ചേച്ചി, ഇപ്പൊ ചേച്ചി അവളെ സൈഡായല്ലേ? ശരി ശരി, ആമിന ചേച്ചി വാ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. അത് എന്നെ മോളെ, ഞാൻ കൊടുക്കാട്ടോ. എടുത്തു വെച്ചോണ്ടിരിക്കുന്നില്ല. എടി നീ ചോദിക്ക് എപ്പോഴാ വരുന്നേന്ന്. അസ്സലാമു അലൈക്കും ചേച്ചി, എപ്പോഴാ വരുന്ന ചേച്ചി? അയ്യോ എന്റെ ഉമ്മ പാപ്പ, എന്താ ജോലി മോളെ നിനക്ക് പറ്റിയത്? അയ്യോ അയ്യോ ചേച്ചി, ചേച്ചി ചേച്ചി പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്തോണ്ട് വരൂ. ഇതാ ജോലി മോളെ തല ഇറങ്ങി വീണ്. മോളെ ജോലി, എണീക്ക് ജോലി മോളെ. ഓക്കെ, താങ്ക് യു ചേച്ചി. അത് ആന്റി, എന്താ മോളെ നിനക്ക് പറ്റിയത്? അത് ആന്റി, എന്റെ ചേച്ചി ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് എന്താ മോളെ നീ പറയണത്? സത്യമായിട്ട് ഉമ്മ, ആന്റി, ഉമ്മ അപ്പ സൂക്ഷിച്ച്. ഇന്ന ഫോൺ ചേച്ചിയുടെ അടുത്ത് വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. ഇങ്ങത്താ മോളെ. ചേച്ചി എന്നാലും ജോലിക്ക് സപ്പോർട്ട് ചെയ്തല്ലോ, എനിക്ക് അത് ഓർത്തിട്ടാ. സാരമില്ല ചേച്ചി, ചേച്ചി നമ്മളെ അടുത്ത് തന്നെ കറങ്ങി അടിച്ച് വരാല്ല. ആ ജോലി എന്തെങ്കിലും പണി എടുക്കുമ്പോ നമ്മളെ അടുത്ത് തന്നെ വരും. അപ്പൊ നമുക്ക് കൊടുക്കാന്നേ, വിഷമിക്കണ്ട ചേച്ചി. ആമിന, അംജദ, എന്താടി എന്ത് പറ്റി? നീ നിങ്ങൾ രണ്ടുപേരും എന്തിനാ എൻ്റെ അടുത്ത് പിണങ്ങണ? ആമിന, അംജദനെ അവൾക്ക് സപ്പോർട്ടൊന്നും ചെയ്തതല്ല. അത് നിങ്ങള് വഴക്കൂടണ്ടെന്ന് വിചാരിച്ചല്ലേ ഞാൻ പറഞ്ഞത്. എടി അങ്ങനെയൊന്നും പറയല്ലേടി, നിങ്ങൾ തല്ലു പിടിക്കണ്ടെന്ന് വിചാരിച്ചല്ലേ ഞാൻ പറഞ്ഞത്. ചേച്ചി ഞങ്ങളടുത്ത് എല്ലാം പറഞ്ഞിട്ട് അവളടുത്ത് എന്നെ പോയി മിണ്ടല്ലോ. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ. ചേച്ചിയുടെ മിണ്ടയില്ല, ഞങ്ങൾ വേറെ ആരെങ്കിലും ചേച്ചിനെ വിളിച്ചോളാം. ആമിന അങ്ങനെയൊന്നും പറയല്ലേ ആമിന, നിങ്ങളെ രണ്ടുപേരല്ലേ എനിക്കെല്ലാം. പറ്റില്ല ചേച്ചി, എന്നാ ജൂലിയെ വിളിച്ച് രണ്ട് വഴക്കോട്. അത് പിന്നെ എന്നാ ഞങ്ങൾ മിണ്ടില്ല. ശരി, എന്നാ ഞാൻ അങ്ങനെ തന്നെ പറയാം. ജൂലി, എന്താ ചേച്ചി എന്നെ വിളിച്ചത്? നീ ഇനി എൻ്റെ അടുത്ത് മേലെ ഒന്ന് പറഞ്ഞോണ്ട് വരരുത്. നീ എന്തിനാ ആമിനാരുടെ അടുത്ത് അംജിതയുടെ അടുത്തും തല്ലു പിടിക്കാൻ വന്നത്? അവക്ക് ആ സോഫ കൊടുത്തോടായിരുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാവരുത്, പോരെ? ഇനി മുതൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാള് വരുന്നുണ്ട്. മേഴ്സിയോ? അതെ,
ഇനി മുതൽ എൻ്റെ ചേച്ചി എല്ലാ കാര്യവും നോക്കിക്കോളും. അധികം ഞങ്ങളടുത്ത് കളിക്കാൻ നിൽക്കല്ലേ മക്കളെ, കളി ഞങ്ങൾ പഠിപ്പിക്കും. ആണെങ്കിൽ ഞങ്ങൾ നിന്റെ ചേച്ചിയിലല്ല, ചേച്ചിയുടെ കുഞ്ഞുമേലത്ത് വരെ കളിക്കാനുള്ള ടീംസാ ഞങ്ങൾ. പിന്നെ നിന്റെ ഒരു പീക്കിരി ചേച്ചി, അതെ അതൊരു പീക്കിരി ചേച്ചി. ഹയ്യോ മിണ്ടാതിരടി. ആമിന, നിർത്തടി. ആരാ നീ ഭയപ്പെടുത്തുന്നത്? ഈ ആമിനാനെ ടീംസിനോ? നിന്റെ ചേച്ചിയുടെ അച്ഛനും അമ്മയും വന്നാ പോലും ഞങ്ങള് മൂന്നൊരു കൈ കോർത്ത് പിടിച്ച് നിനക്ക് കിട്ടുള്ള പണി തരുവടി. അത് നീ ഓർത്ത് വെച്ചോ, മനസ്സിലായല്ലോ? അതുകൊണ്ട് ഞങ്ങളടുത്ത് കളിക്കാൻ നിൽക്കരുത്. ആമിന ചേച്ചി, അംജദ, ആമിന സീനായിട്ടാ. ഇതൊരാ സംസാരിക്കാത്തവളാ. ജോലിക്ക് അങ്ങനെ തന്നെ വേണം. ജോലിയുടെ കിളി പോയി. നിന്റെ ചേച്ചി വന്നാലും ആര് വന്നാലും ഞങ്ങളെ ഭയപ്പെടുത്താനേ ആരെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ കളിക്കുന്നതൊന്ന് സൂക്ഷിച്ചത് കണ്ട് കളിച്ചോ. ഈ സ്വഭാവം എനിക്ക് ഇതല്ലാതെ വേറൊരു മുഖം കൂടെ ഉണ്ടടി. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചെന്ന ഈ നിന്നെ ഏറി പരത്തും. പറഞ്ഞ മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് നീ കളിക്കുന്നതായിരിക്കും ജൂലി നിനക്ക് നല്ലത്. കുറെ നാളോട് ഞാൻ ക്ഷമിക്കുകയാണ്. ആമിന, എടി നീ എങ്ങനെയാണ് എന്താടി നിന്റെ വായിലെ നാക്കിറങ്ങി പോയോ? ഇല്ല ആമിന, മതി മതി. ഇനി അവൾ ഇനിയും പഠിപ്പിച്ച് അവള് നിക്കറി കുറെ മൂത്രം ഒഴിക്കും. മതി. അല്ല പിന്നെ ചേച്ചി, കുറെ നാളായി ഇവിടെ നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുന്നു. ബാ ചേച്ചി, നമുക്കും പോവാം. മോളെ സൂക്ഷിച്ചും കൊണ്ട് കളിക്കിട്ടോ, കളി പഠിപ്പിക്കും ഞങ്ങള്. എന്നാലും ആമിന പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞാൻ പേടിച്ചു പോയി. എന്നാലും അവള് ഇത്രയും രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ഫസ്റ്റ് പാർട്ടിലാണ് കേൾക്കുന്നത്. ജൂലി സിസ്റ്റർ, ഹായ് സിസ്റ്റർ. എത്ര നാളായി സിസ്റ്റർ നിന്നെ കണ്ടിട്ട്? നിന്നെ കാണാനും എന്റെ ഉമ്മാപ്പായെയും ആമിനെയും കാണാനാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ പെട്ടെന്ന് വന്നത്. ഐ ആം സർപ്രൈസ്ഡ്. എനിക്ക് ഒരുപാട് സന്തോഷമായി നിന്നെ കണ്ടപ്പോ. ഡോണ്ട് വറി ജൂലി, ഇനി മുതൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ. ക്യൂന കം. ജൂലി, ക്യൂന, നിന്നെ എത്ര നാളെ കണ്ടിട്ട്? നീ വിളിച്ച എനിക്ക് വരാതിരിക്കാൻ പറ്റോ ജൂലി? നിന്റെ എല്ലാ കാര്യവും ഞങ്ങൾക്ക് മുൻകൂട്ടി അറിയാം ജൂലി. അതുകൊണ്ട് തന്നെ ഒരു ട്രെയിൻ ബുക്ക് ചെയ്ത് ഞങ്ങളങ്ങ് ഇറങ്ങി. എനിക്ക് ഒരുപാട് സന്തോഷമായി. നീ എമോഷണൽ ആവല്ലേ ജൂലി. സിസ്റ്റർ വാ, അകത്ത് വാ. നിന്നെ ഒരുപാട് നേരമായി ഫാമിലീസ് കാത്തിരിക്കുന്നു. ബാ. ഓക്കെ ജൂലി. ക്യൂന, അപ്പൊ തുടങ്ങിയല്ലേ നമ്മുടെ പണി? യാ സിസ്റ്റർ. ജൂലി മോളെ, എനിക്ക് സുഖമാണോ? പിന്നെ സുഖമല്ലാതെ എന്റെ മേഴ്സിമോക്ക് സുഖമാണോ? എന്റെ മേഴ്സി മോളെ, എത്ര നാളായിട്ട് ഞാൻ നിന്നെ കണ്ടിട്ട്. എനിക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ ആന്റി ഉമ്മ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ജൂലി. സിസ്റ്റർ, ആമിനാരോടെ അംജദാരോടെ ഇഷാരോടെ നമുക്കൊന്നിനും പോകണ്ട. എനിക്ക് പേടിയാ. കമോൺ ജൂലി, നീ എന്തിനാ അവനെ പേടിക്കുന്നത്? ആമിനെ കുഴപ്പമില്ല. ആ രണ്ടെണ്ണത്തിന് നീ എന്തിനാ പേടിക്കുന്നത്? വരച്ച വരയില്ല അവരെ നിർത്തും. എന്നാലും സിസ്റ്റർ, ഒരെന്നാലുമില്ല. ക്യൂന, നീ ആ ഷാറൂഖിനെ ഒന്ന് വേഗം കോൾ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറയൂ. ഓക്കെ സിസ്റ്റർ. അസ്സലാമു അലൈക്കും ഷാറൂഖ്, നീ ഒന്ന് വേഗം ആമിനാരെയും അംജദാരെയും ഇഷാരെയും ഉമ്മാരെയും വാപ്പാരെ വീട്ടിലൊന്ന് വേഗം വരൂ. ആ ശരി സിസ്റ്റർ. ഷാറൂഖ് ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഓക്കെ ക്യൂന. സിസ്റ്ററേ, ദോ ആ 3 എണ്ണം വരുന്നുണ്ട്. വരട്ടെ. എന്റെ ജൂലിയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ ഈ മേഴ്സി ആരാണെന്ന് അവര് 3 എണ്ണം അറിയും. ചേച്ചി ഇതോ 3 എണ്ണം അവിടെ ഉണ്ട്. ഇതാണല്ലേ ആ ജൂലിയുടെ ചേച്ചി. എന്തൊരു പേര്? ആ മേഴ്സിയും അവളെ കൂട്ടുകാരി ക്യൂനയും. ശരിയാ നീ പറഞ്ഞത്. ഹേ, നിങ്ങൾ എവിടെ പോവാണെങ്കിൽ നിനക്കെന്താടി? എന്റെ ഉമ്മ യാമിനാരോട് കളിച്ചാ പിന്നെ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. കേട്ടല്ലോ? കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ആ, അവിടെ പോവാ. പണി വരുന്നുണ്ട് മക്കളെ. ഗെറ്റ് വിൽ കമ്മിങ് സൂൺ. തുടരും.